വടകരയിൽ ബസ് ജീവനക്കാരന് നേരെയുണ്ടായ ക്രൂരമർദ്ദനത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. അക്രമികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ജൂലൈ 22 മുതൽ വടകര താലൂക്കിൽ അനിശ്ചിതകാല മോട്ടോർ പണിമുടക്ക് പ്രഖ്യാപിച്ചു. ഇന്ന് വടകര തലശ്ശേരി റൂട്ടിൽ സൂചനാ പണിമുടക്ക് നടത്തി. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് 7:15 കുഞ്ഞിപ്പള്ളിയിൽ വെച്ച് ആക്രമണ സംഭവം ഉണ്ടായത്. വടകര തലശ്ശേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലെ കണ്ടക്ടർ സജാദിനെ ഒരു സംഘം ക്രിമിനലുകൾ ആയുധങ്ങളുമായി ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. മാരകമായി പരിക്കേറ്റ സജാദ് നിലവിൽ വടകര സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അക്രമത്തിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്താൻ ശ്രമിച്ച യാത്രക്കാരനെയും അക്രമി സംഘം വെറുതെ വിട്ടില്ല. ഇയാളെയും സംഘം ക്രൂരമായി മർദ്ദിച്ചു. എന്നാൽ ഇത്രയും ക്രൂരമായ ആക്രമണം നടന്നിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നാണ് തൊഴിലാളികളുടെ ആക്ഷേപം. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഗുരുതരമായ അനാസ്ഥയ്ക്കെതിരെ കടുത്ത പ്രതിഷേധത്തിലാണ് തൊഴിലാളി സംഘടനകൾ. സജാദിനെയും യാത്രക്കാരെയും ആക്രമിച്ച പ്രതികളെ ഉടനടി അറസ്റ്റ് ചെയ്യുക, തൊഴിലാളികൾക്ക് ഭയമില്ലാതെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജൂലൈ 22 മുതൽ വടകര താലൂക്കിൽ അനിശ്ചിതകാല പണിമുടക്കിന് സംയുക്ത യൂണിയൻ സമരസമിതി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സംയുക്ത യൂണിയൻ യോഗത്തിൽ എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എ സതീശൻ, മടപ്പള്ളി മോഹനൻ, അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ, വിനോദ് ചെറിയത്ത്, കെ പ്രകാശൻ, പി സജീവ് കുമാർ, മജീദ് അറക്കിലാട് എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. കഴിഞ്ഞ 10-ാം തീയതി വടകര തലശ്ശേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന ലസിത ബസ്സിലെ കണ്ടക്ടറായിട്ടുള്ള സജാദിനെ ഒരു സുമാർ 7:20 വൈകുന്നേരം കുഞ്ഞിപ്പള്ളിക്ക് സമീപം വെച്ച് വലിയ രീതിയിൽ ജനക്കൂട്ടം ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആക്രമിച്ച ആളുകളെ നിയമത്തിന് മുമ്പിൽ എത്തിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ അന്ന് യോഗം ചേർന്ന് തീരുമാനമെടുത്തിരുന്നു. ഇന്ന് 14-ാം തീയതി പണിമുടക്കം നടത്തണം റൂട്ടിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ തലശ്ശേരി വടകര റൂട്ടിൽ പണിമുടക്കം നടക്കുന്നത്. പണിമുടക്കത്തിന് ആധാരമായ വിഷയത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. ഈ റൂട്ടിൽ മിന്നൽ സമരം സാധ്യമായ സാഹചര്യത്തിൽ ഞങ്ങൾ അതിനെ തടയുകയും മിന്നൽ സമരം ആവശ്യമില്ല, പ്രഖ്യാപിത സമരം തന്നെ നടത്താം എന്നുള്ള രീതിയിലേക്ക് ഞങ്ങൾ യൂണിയൻ മുഴുവനായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന യൂണിയനുകൾ സംയുക്തമായി തീരുമാനിക്കാനുണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സമരം. ഇങ്ങനെ ബസ് തൊഴിലാളികളെ ഇങ്ങനെ മർദ്ദനമേറ്റ് ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ പല സംരക്ഷണങ്ങളും എല്ലാവർക്കും കിട്ടുന്ന ഒരു സാഹചര്യത്തിലും ബസ് തൊഴിലാളിക്ക് യാതൊരു വിധത്തിലുള്ള സംരക്ഷണവും ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കുന്നത്. കുഞ്ഞിപ്പള്ളിയിൽ വെച്ചിട്ട് ആൾക്കൂട്ടം ആസൂത്രിതമായ ആയുധങ്ങളുമായിട്ടാണ് ബസ് തടഞ്ഞു നിർത്തിയെന്നുള്ളതാണ് വസ്തുത. ഒരു പ്രദേശത്തിന്റെ സമാധാന അന്തരീക്ഷം വെല്ലുവിളിച്ചുകൊണ്ടാണ് കുഞ്ഞിപ്പള്ളിയിലെ ഒരു കൂട്ടം ക്രിമിനലുകൾ ആയുധങ്ങളുമായി ആളുകളെ കൂട്ടം കൂട്ടി നിർത്തിയിട്ട് ഒരു ബസ് ജീവനക്കാരെ ക്രൂരമായിട്ട് ബസ്സിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി ആക്രമിച്ചിരിക്കുന്നത്. ബസ്സിൽ CCTV ഉണ്ട്. ആ ബസ്സിൽ കയറി ആക്രമിച്ചു കഴിഞ്ഞാൽ ആരാണ് ആക്രമിച്ചതെന്ന് വ്യക്തമായിട്ട് തെളിയിക്കപ്പെടും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ബലാത്കാരമായിട്ട് ഈ കണ്ടക്ടറെ ബസ്സിന് പുറത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി കടമുറിയുടെ പിറകിൽ വെച്ചിട്ട് ആയുധങ്ങളുമായിട്ട് ക്രൂരമായി ആക്രമിച്ച സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കണ്ടക്ടർക്ക് എന്താ ജീവിക്കണ്ടേ? മാന്യമായിട്ട് തൊഴിലെടുക്കുന്ന വിഭാഗമാണ് കണ്ടക്ടർമാരും ബസ്സിലെ ജീവനക്കാർ. ഉന്നത വിദ്യാഭ്യാസമുണ്ട്.